നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി അടുത്തതാണ് സത്യഭാമയുമായിട്ടുള്ള ഭഗവാന്റെ വിവാഹം. ഈ ഒരു ശ്ലോകം, 6ാമത്തെ ശ്ലോകം ഹരിണി വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. തദനു സഹ ഖലു വ്രീളാലോലഃ വിലോല വിലോചനാം ദുഹിതരം അഹോ ദുഹിതരമഹോ ധീമാൻ ഭാമാം ഗിരാ ഏവ പരാർപ്പിതാം ഗിരൈവ പരാർപ്പിതാം അദിത മണിന തുഭ്യം ലഭ്യം സമേത്യ ഭവാൻ അപി പ്രമുദിത മനാഹ തസ്യ അദാത് മണിം ഗഹന ആശയഃ പ്രമുദിത മനാസ്തസ്യൈവദാത് മണിം ഗഹനാശയഃ. തദനു അതിനുശേഷം ധീമാൻ ബുദ്ധിശാലിയായിട്ടുള്ള സഹഖലു ആ സത്രാജിത്താകട്ടെ വ്രീളാലോലഃ ലജ്ജയാൽ ചഞ്ചല ചിത്തനായിട്ട് വിലോല വിലോചന. ഇനി സത്യഭാമയെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ് വിലോലം, ഇളകിക്കൊണ്ടിരിക്കുന്ന വിലോചനം, തന്റെ ആ ഒരു മാൻപേട പോലെയുള്ള കണ്ണുകളോടുകൂടിയ. ഇനി അവളെ കുറിച്ച് പറയാണ് ഗിര, അതായത് വാക്കുകൊണ്ട് ഏവ പരാർപ്പിത, മറ്റൊരാൾക്ക് കൊടുക്കാം എന്ന് പറയപ്പെട്ട. കാരണം മുന്നേ പറഞ്ഞിരുന്നു ശതധന്വാവിന് ഈ സത്യഭാമയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതാണ് പറയുന്നത് ഗിരായേവ പരാർപ്പിതാം, വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് അർപ്പിക്കപ്പെട്ട ദുഹിതരം, തന്റെ ആ പ്രിയപ്പെട്ട മകളെ ഭാമാം, മകളായിട്ടുള്ള സത്യഭാമാം മണിനാസാർത്ഥം. അപ്പോ ആദ്യം ഭഗവാൻ ചോദിച്ചു, ഈ മണി തനിക്ക് തരണമെന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മണിയും ഭഗവാന് കൊടുത്തു എന്നാണ്. അതാണ് മണിനാസാർത്ഥം, ആ സ്യമന്തക മണിയോടുകൂടി തുഭ്യം അതിത, അങ്ങേക്ക് ദാനം ചെയ്തുവല്ലോ. അഹോ, ചിത്രം തന്നെ ഭഗവാനെ, ഭഗവാന്റെ തിരക്കഥ അതിഗംഭീരമായിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഗഹനാശയഃ, ആർക്കും ഗ്രഹിക്കാൻ സാധിക്കാത്ത ആ ഒരു ഭഗവാന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് ആർക്കും പിടികിട്ടില്ല. അങ്ങനെയുള്ള ഭവാനപി, അങ്ങാകട്ടെ ലഭ്യം സമേത്യ, തനിക്ക് കിട്ടേണ്ട ആ ഒരു കന്യകാരത്നത്തെ, അതായത് സ്യമന്തകമണിയേക്കാളും താൻ വില കൊടുക്കുന്നത് ഈ കന്യകയ്ക്കാണ്. കന്യകയായിട്ടുള്ള രത്നത്തെ ലഭ്യം സമേത്യ, തനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്നതിനാൽ പ്രമുദിത മനാഹ, അത്യന്തം സന്തുഷ്ടനായിട്ട് തസ്യയേവ മണിം, തസ്യയേവ ആ സത്രാജിത്തിന് തന്നെ മണിം, ആ മണിയെ അദാത്ത് തിരികെ കൊടുത്തു. അപ്പൊ ഇവിടെ സത്രാജിത്ത് ആകെ കുറ്റബോധം കൊണ്ടും മാത്രമല്ല
താൻ എന്തൊക്കെയാണ് പറഞ്ഞു പരത്തിയത്, അങ്ങനെയുള്ള ഒരുപാട് അപവാദം പറഞ്ഞു പരത്തിയതും ഉണ്ടായിട്ടുള്ള തന്റെ അപരാധം എങ്ങനെ തീർക്കും? അതാണ് ആകെ വ്രീളാലോലനായി ലജ്ജിതനായിട്ട് നാണം കെട്ടു. താൻ വല്ലാതെ കുറ്റബോധവും തോന്നി. താൻ എന്താണ് ഇങ്ങനെ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് താൻ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്ന കുറ്റബോധം. അങ്ങനെ ഇതിനെയൊക്കെ ഒന്ന് ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തേ പറ്റുള്ളൂ. അതാണ് ആ കുറ്റബോധം ഇല്ലാണ്ടാക്കാനും താൻ ചെയ്ത തെറ്റിനെ ഒരു പ്രായശ്ചിത്തമായിട്ടും സത്രാജിത്ത് തന്റെ മകളെ ദാനം ചെയ്യാൻ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് അവിടെ ധീമാൻ, ബുദ്ധിമാനായിട്ടുള്ള, കാരണം ബുദ്ധിയോടുകൂടി ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറി എന്നതുകൊണ്ട് പറയാണ് ആ ബുദ്ധിമാനായിട്ടുള്ള സത്രാജിത്ത് തന്റെ മകളെ പക്ഷേ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിനേക്കാളും പ്രധാനം താൻ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തമായിട്ട് ഈ സത്യഭാമയെ ഭഗവാന് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് എന്നതിനാൽ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് പറഞ്ഞു വെച്ച ആ മകളെ സത്യഭാമയെ ഭഗവാന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഒപ്പം ഒരിക്കൽ ഭഗവാൻ ചോദിച്ചിട്ട് താൻ കൊടുക്കാതിരുന്ന ആ ഒരു സെമന്തകമണിയെയും ആ സത്രാജിത്ത് വളരെ സന്തോഷത്തോടെ ഭഗവാന് സമർപ്പിച്ചു. എന്നാൽ ഭഗവാൻ കന്യകാരത്നത്തെ ആണ് താൻ വിലമതിക്കുന്നത്, അല്ലാതെ ഈ സ്യമന്തക മണിയെ അല്ല എന്ന രീതിയിൽ ആ സ്യമന്തകരത്നത്തെ തിരിച്ച് സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പൊ ഇതുകൊണ്ടാണ് മേൽപ്പത്തൂർ പറയുന്നത്, ഭഗവാനെ അങ്ങ് എന്തൊക്കെയാണ് മനസ്സിൽ കണക്കു കൂട്ടുന്നതെന്ന് ആർക്കാ പിടികിട്ടുക? ഒന്നും പിടികിട്ടുന്നില്ല. ആദ്യം ആ സത്രാജിത്തിനോട് പോയി ചോദിക്കുന്നു, ഇപ്പോഴിതാ അവസാനം ഭഗവാൻ തന്നെ അത് എടുത്ത് സത്രാജിത്തിന് കൊടുക്കുന്നു. സത്രാജിത്ത് തിരിച്ച് ഇങ്ങോട്ട് തരുന്നു. എന്നിട്ടും ഭഗവാൻ പറയുന്നു എനിക്ക് വേണ്ട എന്ന്. എന്താ ഭഗവാൻ കണക്കുകൂട്ടിരിക്കുന്നത്? അതാണ് ഗഹനാശയ. ഭഗവാന്റെ ആ ഒരു മനസ്സിലിരിപ്പൊന്നും നമുക്ക് പിടികിട്ടുന്നില്ലല്ലോ ഭഗവാനെ. ഇങ്ങനെ ആർക്കും പിടികിട്ടാത്ത അങ്ങയുടെ ഈ പ്രവൃത്തി കണ്ട് സത്യത്തിൽ എനിക്കും അതിശയം തോന്നുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അങ്ങനെ അത് തിരിച്ചു കൊടുത്തു എന്നതിനാലാണ് ഇവിടെ മേൽപ്പത്തൂർ അങ്ങനെ ഒരു ഗഹനാശയനായിട്ടുള്ള ഭഗവാൻ ആ മണിയെ തിരിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞത്. ശ്ലോകം 6. തദനു സഖലു വ്രീളാലോലോ വിലോല വിലോചനാം ദുഹിതരമഖോ ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാ തുഭ്യം ലഭ്യം സമേത്യ ഭവാനവി പ്രമുദിതമനാസ്തസ്യൈവ അദാൻമണിം ഗഹനാശയാം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ നാരായണീയ ഉപാസകർക്കും സാദര നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പനും ഭട്ടതിരിപ്പാടിനും വേദവ്യാസനും നമസ്കാരം. അതുപോലെ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും സ്മരിക്കുന്നു. 80ാം ദശകമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിസുന്ദരമായ ഭഗവലീലകളാണ് കാണുന്നത്. നമുക്കും ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. എന്തിനും ഏതിനും ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്കും ഒരു മുൻകരുതലും അതുപോലെ ഒരു പ്ലാനൊക്കെ ഉണ്ടാവണം. ഭഗവാൻ അത്ര കരുതിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ലീലകൾ ആടുന്നതും. അതിനൊരു ഉദാഹരണമാണ് സത്യഭാമ വിവാഹം. ജാമ്പവാനിൽ നിന്നും മണി വീണ്ടെടുത്ത ശേഷം ആ മണി സത്രാജിത്തിനെ വിളിച്ചു വരുത്തി താനത് എടുത്തിട്ടില്ല എന്നും ഇതിൻ്റെ ചരിത്രം ഇതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ മണി സത്രാജിത്തിന് കൊടുത്തപ്പോൾ സത്രാജിത്തിനൊരു കുറ്റബോധം ഉണ്ടാവുകയാണ്. നമ്മൾ ആരെങ്കിലും കുറിച്ച് ദൂഷണം പറയുക അല്ലെങ്കിൽ കുറ്റം പറയുമ്പോൾ വസ്തുതകളെ ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് തന്നെ പശ്ചാത്താപത്തിന് വഴിവെക്കും. സൂക്ഷിക്കണം നമ്മൾ. അങ്ങനെ
താൻ ഒരു അപവാദം പറഞ്ഞ് തെറ്റായിപ്പോയി എന്നുള്ളതായ ലജ്ജ ഉണ്ടായിത്രേ സത്രായത്തിന്. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. വല്ലാതെ വിഷമിച്ചിരിക്കുന്നതായ അച്ഛനെ കണ്ടപ്പോൾ സത്യഭാമ ചോദിച്ചു, എന്തിനാ അച്ഛൻ വിഷമിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഇത്രേ, ഞാൻ ആവശ്യമില്ലാണ്ട് ഭഗവാനെക്കുറിച്ചുള്ളതായ ചില അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, അതിനെന്താ, ജാമ്പവാൻ ചെയ്ത പോലെ ചെയ്താൽ പോരെ എന്നായി. അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മകളുടെ മനോനില എന്താണെന്നുള്ളത്. അതൊരവസരമായി കണ്ടുകൊണ്ട് സത്രാജിത്ത് തൻ്റെ മകളായിരിക്കുന്ന സ്വതേ തന്നെ ഭഗവാനിൽ അനുരക്തയാണ് സത്യഭാമ, അതിസമർത്ഥയാണ്, സുന്ദരിയാണ്. അങ്ങനെ മണി നേരിട്ട് ശ്രീകൃഷ്ണന് കൊടുത്താൽ ശ്രീകൃഷ്ണൻ സ്വീകരിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീധനം എന്ന ഒരു ഭാവത്തിൽ സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഈ സമന്തകമണിയും കൊടുത്തു. ഭഗവാൻ വളരെ പ്രീതനായി. തന്നെ ആശ്രയിക്കുന്ന, തന്നെ പ്രേമിക്കുന്ന പെൺകുട്ടിയെ തന്നിലേക്ക് ചേർക്കാൻ സാധിച്ചു എന്നുള്ളതായ ഒരു കൃതാർത്ഥത ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഭട്ടതിരിപ്പാട് ഒരു വാക്കുപയോഗിച്ചിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ആ സമന്തകം മണി ഭഗവാൻ സ്വീകരിച്ചില്ലാത്തരെ, അത് തിരിച്ചു കൊടുത്തു സത്രായത്തിന്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഭഗവാന്റെ അവ്യക്തമാണ് ഹൃദയാംബുജം എന്ന് പറയും. ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. ഊഹിക്കാമെന്ന് മാത്രം, അനുമാനിക്കാമെന്ന് മാത്രം. അതുകൊണ്ട് ഗഹനാശയ എന്ന് പ്രയോഗിച്ചു. കാരണം എന്തുകൊണ്ട് ആ മണി തിരിച്ചു കൊടുത്തു എന്നുള്ളതായൊരു ചോദ്യം വരുമ്പോൾ പല വ്യാഖ്യാനങ്ങളും പല വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. ഒന്ന്, ആ മണി കൊണ്ട് സംഭവിക്കാവുന്ന പല ആപത്തുകളും ഉണ്ട് ഇനി വരാൻ പോകുന്നത്, അത് ഒഴിവാക്കണം. രണ്ട്, ഈ മണി സത്രായത്തിൻ്റെ കാലം കഴിഞ്ഞാലും അതിന് ഉടമസ്ഥയായിട്ട് വരാൻ പോകുന്നത് സത്യഭാമയാണ്. അപ്പോൾ ഏതായാലും അത് തൻ്റെ അടുത്തേക്ക് വരും. പിന്നെ പറഞ്ഞത്, മണി വേണ്ട, രാജ്യത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നതായ സ്വർണം രാജ്യസേവനത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് വേണ്ടത്, അതാണ് എനിക്കിഷ്ടം എന്നും പറഞ്ഞു അത്രേ. പല വ്യാഖ്യാനങ്ങളുണ്ട് അതിൽ. അപ്പോൾ ഗഹനാശയ എന്ന് പറഞ്ഞെടുത്തത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 8 ഭാരം സ്വർണ്ണമാണ് കിട്ടുന്നത്. ലക്ഷ്മിപതിയായ ഭഗവാന് അതിൻ്റെ ആവശ്യമില്ല തന്നെ. പക്ഷെ ഇവിടെ തന്നെ പ്രേമിക്കുന്ന ആ സത്യഭാമയെ സ്വീകരിക്കുകയും ചെയ്തു, മണി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ വളരെ ശ്രദ്ധേയമാണ് അവിടെ ഈ ഒരു ഭഗവത് ലീല. അതായത് നമ്മളും ശ്രദ്ധിക്കണം. ആവേശം കൊണ്ടുകൊണ്ട് ആവശ്യങ്ങൾ അറിയാതെ കണ്ട് പലതും സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് പലപ്പോഴും ആപത്തുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ദുരാഗ്രഹങ്ങളും ദുർമോഹങ്ങളും ദുരാശകളൊക്കെ ഒഴിവാക്കുക. എന്താണോ നമ്മളെന്തിനാണ് യോഗ്യരായിട്ടുള്ളത്, എന്താണോ നമുക്ക് വേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളതായ ഒരു ധാരണ വേണം. എല്ലാം വാരിക്കൂട്ടി സുഖമായി കഴിയാമെന്ന് വിചാരിക്കരുത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ആ മണി ഒഴിവാക്കി എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു രംഗമാണ് അവിടെ ശരിക്ക്. അതേസമയം തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിനോടുള്ള സ്നേഹം കൂടി കാണിക്കുന്നുണ്ട് അവിടെ. ആ മണിയിൽ നിന്ന് കിട്ടുന്നതായ സ്വർണം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വിനിയോഗിക്കാൻ സാധിക്കുക വെച്ചാൽ നന്നായിരുന്നു. അതുകൊണ്ട് അത് സ്വീകാര്യമാണ് എന്നും കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആ രാജ്യസ്നേഹത്തിൻ്റെയും കൂടി സൂചന നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ രാജ്യവും നന്നാവണം. അപ്പോൾ നമ്മുടെ കഴിവും ധനപരമായതും മറ്റ് ബുദ്ധിപരമായും എല്ലാ കഴിവുകളും രാജ്യത്തിന് നന്മയ്ക്കും ഉപയോഗിക്കേണ്ടതാണ് എന്നും കൂടി നമ്മൾ അറിയണം. അപ്പം അതുകൊണ്ട് ഈ ഒരു കഥാസന്ദർഭം, ഭഗവാന്റെ ലീലാസന്ദർഭം വളരെ രസകരവും വിചിത്രവുമായിട്ടും തോന്നാം. പലതും അത് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ഏതായാലും സത്യഭാമയെ സ്വീകരിച്ച്
അവർ തൃപ്തനായി തീർന്നു. അങ്ങനെ ഇപ്പോൾ 3 വിവാഹം, രുക്മിണി സ്വയംവരം, മണി വിവാഹം കഴിഞ്ഞു. ജാമ്പവതി സ്വീകരിച്ചു, സത്യഭാമയെ സ്വീകരിച്ചു. ഇനിയുള്ള വിവാഹങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓരോന്നും വിചിത്രമാണ്. ഭഗവത് ലീലകൾ കേൾക്കും തോറും ഭഗവത് മഹത്വം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരണം. അങ്ങനെ ഭഗവാനെ ആശ്രയിക്കാനുള്ള മനസ്സുണ്ടാവണം. ഹരിശരണം.